ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മളുടെ എന്ത് സ്വഭാവമാണ് അല്ലെങ്കിൽ നമ്മളിൽ എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത് നോക്കാം. 2 കാർഡ് വന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ലവേഴ്സാണ് ഒന്ന് വന്നിരിക്കുന്നത്, മറ്റേ കാർഡ് ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില റിലേഷൻഷിപ്പ് നമുക്ക് നല്ലതല്ലാത്തതായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നല്ലതല്ലാത്തതിന് യൂണിവേഴ്സ് ഒന്നുകിൽ നമ്മൾ സ്വയം തന്നെ നീക്കം ചെയ്യണം, അതിനുള്ള ആത്മധൈര്യം വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് മുന്നോട്ട് പോകുന്നതിന്, എൻ്റെ ജീവിതത്തിൽ നല്ലതിന് എന്താണ് വേണ്ടത് എന്നുള്ളത് യൂണിവേഴ്സ് എനിക്ക് ചെയ്തു തരണം എന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പം ചില ഡിസിഷൻസ് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിന് ആ ജോലി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യാം. ചിലപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം, പക്ഷേ അത് വിട്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ബന്ധങ്ങളോട് മുറിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിന് അത് വിട്ടുകൊടുക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു ഹാങ്ഡ് മാൻ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ പറ്റണില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോയേ പറ്റൂ. അതിന് നമ്മൾ എഫേർട്ട് എടുക്കണം, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കും വേണം. രണ്ടും ഈക്വലായിട്ട് വേണം. അപ്പോൾ നിങ്ങൾ ആദ്യം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, അപ്പോൾ നമുക്കതിനൊരു വഴി കണ്ടെത്തും. അപ്പോൾ ആ വഴിയിൽ നല്ലോണം മുന്നോട്ട് പോകാൻ ശ്രമിക്കണം, നല്ല എഫേർട്ട് എടുക്കണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് രാവിലെ ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കണം, സമയം കണ്ടെത്തണം. ആ എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് തടസ്സങ്ങൾ പലതും വരും, അത് അതിജീവിക്കാൻ നമുക്ക് കഴിവുണ്ടോ എന്ന് യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് അതിജീവിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് സ്വീകരിക്കേണ്ട എന്താ നോക്കാം. 7 ഓഫ് വാൻസ്, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ശരിയായ ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഉറച്ചു നിൽക്കണം. എന്ത് തന്നെ എതിര് വന്നാലും അതിനെ നമ്മൾ നേരിടണം. നമ്മുടെ തീരുമാനം ശരിയാണെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും, പക്ഷേ അത് അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് യൂണിവേഴ്സ് തരും. അപ്പോൾ ഇതേമാതിരി തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. എന്ത് തന്നെ വന്നാലും, എന്ത് ഒബ്സ്റ്റക്കിൾസ് എൻ്റെ മുന്നിൽ വന്നാലും, എൻ്റെ യാത്രയിൽ എനിക്ക് യൂണിവേഴ്സ് നിശ്ചയിച്ച പാതയിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കും.